ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബീഫ് വരട്ടാട്ടില്ലേ. ഇപ്പോൾ ഒരു 5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഒന്ന് വരട്ടിയെടുത്താലോ. നമുക്ക് ഈ ബീഫിൽ ഒന്ന് കുറച്ച് മസാല കൂട്ടിയെടുക്കുക. മസാല കൂട്ടിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെക്കുക. ലേശം മുളകും പൊടി, ഇറച്ചി മസാല, ഒരു കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അതിൽ ലേശം ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. കുറച്ച് തക്കാളി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മസാല പറ്റിയിട്ടേ മിക്സ് പിടിക്കട്ടെ. സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട് വരണം. സംഭവം നല്ല സൂപ്പർ ഇറച്ചിയിട്ടില്ല. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല പൊടിക്കട്ടെ, എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. സാധനം അടുപ്പത്ത് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ബീഫ് ഇതാ തിളച്ച് വരുന്നുണ്ട്. അതിന് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കാം. ഈ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ബീഫ്. ഇപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടില്ലേ. സാധനം ഉഷാറാണ്. നമുക്കിതൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം. സാധനം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇറച്ചി വരട്ടിയെടുക്കാൻ പോകണം. അതിന് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചെടുക്കാം. അതിന് ലേശം ഉലുവട്ട് കൊടുക്കാം. ഉലുവൊന്ന് പൊട്ടി വെച്ച് കുറച്ച് വലിയ ജീരകം, ഇനിയൊക്കെ വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. വെല്ലുള്ളി നന്നായിട്ടൊന്ന് വാടി വെച്ചോ. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്ടില്ലേ. പച്ചമുളക് മുളക് നമുക്ക് തക്കാളി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ പച്ചമണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അരച്ചിട്ട് കൊടുക്കാം. തക്കാളി കൂടെ ഒന്ന് ആയി വന്നിട്ട് മസാല എടുത്തിട്ട് ഇറച്ചിട്ട് നമുക്ക് നല്ല വരട്ടിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ലേശം മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നല്ല മസാല ആക്കിയിരിക്കുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച ഇറച്ചി സംഭവം മിക്സാക്കിയിട്ട് നല്ല സ്മെല്ലാട്ടില്ലേ. സംഭവം വെരി ടേസ്റ്റിയാണ്. നമ്മളെ സ്പെഷ്യൽ കൂട്ടാണിതിൽ. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഒന്നിന് ലെവലായി വരുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഇറച്ചിട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്ക് 2-3 ഐറ്റംസ് കൂടി ചേർക്കാണ്ട് ചേർക്കണം. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച്, പിന്നെ ലേശം കുരുമുളക് പൊടി, പിന്നെ പട്ട ഗ്രാമ്പു ഒക്കെ പാടെ പൊടിച്ച മസാല കുറച്ച്. ഭയങ്കര ഹൈലൈറ്റ് ആക്കണം. ഏറ്റവും വലിയ ടേസ്റ്റാണിത്. ഇതിന് ചൊട്ട ഇതിട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ടേ നല്ല പിടിക്കട്ടെ. ഇനി നമുക്ക് ലേശം
വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ, കുറച്ച് മല്ലിച്ചപ്പും. പരിപാടി ക്ലോസായി. ഇനി ഇതൊന്ന് ഇളക്കിയതാക്കിയിട്ട് നമുക്കിത് വാങ്ങിയേക്കാം. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ടേസ്റ്റാണ്. നമുക്കൊന്ന് ഒരു പൊറോട്ട കൂടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം നല്ല സോഫ്റ്റ് പോലെ വന്നിരിക്കുന്നു, നല്ല ഉഷാറാണ്. പൊളിയാണ്. ഇപ്പം എന്തായാലും എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. സംഭവം ഉഷാറാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എന്നാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇതുവരെയും ബൈ.